ഞാൻ ഇതുവരെ ടൈഗോൺ ഈ കളറിൽ കണ്ടിട്ടില്ല. ഇതും അനസിന്റെ പാൻറ്റും ഒരുപോലെ ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് റൈറ്റ് ആക്കിയാൽ മതി. 28-11 മാസം വരെ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ് ടൈഗോൺ. ഇതേതാ ജി ടി ആണോ 1 ലിറ്റർ ആണോ? GT 1.5 GT ആണ്, ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ DSG. അങ്ങനെ നമ്മുടെ ക്യാപ്സിൽ ആദ്യമായിട്ട് XUV 700 അതെ കാണിക്കുകയാണ്. ഒരു റെഡ് കളർ. ഇത് അതേപോലെ തന്നെ ഈ XUV 700 എന്ന് പറയുമ്പോൾ എല്ലാവരും 7 സീറ്റർ ആണ് ചിന്തിക്കുക, പക്ഷെ ഇത് 5 സീറ്ററാണ്. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, അണ്ടർ വാറണ്ടിയിലാണ്. ഒരു വെള്ളം കണ്ടിറക്കാൻ പറ്റൂലേ? സുഖമായിട്ട് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുറകിൽ കണ്ടോ നിങ്ങൾ നല്ല അടിപൊളി SUVകൾ ഇങ്ങനെ പോപ്പിൻസിൻ്റെ കളറിൽ നിരത്തിയിട്ടേക്കാണ്. SUV ഉണ്ട്, കോമ്പാക്ട് SUV ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ക്യാപ്സ് കാസാണ്. കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ക്യാപ്സിൽ എന്തായാലും നമുക്ക് അനസാണ് കൂടെ ഉള്ളത്. അനസിനെ സ്വാഗതം ചെയ്യാം. അനസേ സ്വാഗതം. സുഖമല്ലേ? സുഖമായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ജെംസ് പോലെ ഓരോ കളറിൽ ഞാൻ പോപ്പിൻസാ പറഞ്ഞത്. എന്നാൽ ജെംസ് പോലെ ഏതാണെങ്കിലും അതുപോലെ ഓരോരോ കളറിൽ വെച്ചിട്ടുണ്ട്. കളർ ചോയ്സ് ഒരുപാടുണ്ട്. വണ്ടിയും ഒരുപാട് മോഡൽസ്. ഇപ്പോൾ നമ്മൾ XUV 700 ഒന്നും നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 700 ഉണ്ട്, ആദ്യമായിട്ട് ചെയ്യാണല്ലേ? XUV 700. അതുപോലെ ക്രിസ്റ്റ കാണുന്നുണ്ടല്ലോ, നമ്മൾ നമുക്ക് കാണിക്കാനുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡല്ല, 2 എപ്പിസോഡിനുള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാ. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്ന് കൂടി കാണിക്കാനുണ്ട്. ഇന്നത്തെ ഒരു 10-16 വണ്ടികൾ എന്തായാലും കാണിക്കാം. കാരണം അത്രയെങ്കിലും കാണിക്കണം, അത്രയും സ്റ്റോക്കുകളുണ്ട്. ഓക്കെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വിട്ടുപോകരുത്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഇതാണ് നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഓരോ വണ്ടിയുടെ ഇന്ത്യൻ രജിസ്റ്റർ എല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാഹനം കിയ സെൽട്ടോസ് ആണ്. KL 7 രജിസ്ട്രേഷൻ. മനസ്സേ, നമ്മൾ ഇതുവരെ കാണിക്കാത്ത SUV ഒക്കെ ഇവിടെ സ്റ്റോക്കിലുണ്ട്. എന്തുകൊണ്ടാണ് നീ ഇതിൽ തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞത്? അത് ക്യാപ്സിന്റെ ഒരു രാശിയാ കിയ. ഒരു കമന്റ് ഒരു പ്രാവശ്യം കസ്റ്റമർ ഇട്ടിട്ടുണ്ടായിരുന്നു, കിയ പ്ലസ് ക്യാപ്സ്. അപ്പോൾ അതുകൊണ്ട് കിയയിൽ തന്നെ തുടങ്ങുന്നതിന്റെ രസമാണ്. ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്. കിയും അതേപോലെ MGയും നമ്മളടുത്ത് എപ്പോഴും കസ്റ്റമർ നോക്കുന്ന ഒരു വണ്ടി. നമ്മളെ വീഡിയോ വരുമ്പോൾ കസ്റ്റമർ കാണാൻ ആഗ്രഹിക്കുന്ന വണ്ടി, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2021 മോഡൽ HTX പെട്രോൾ മാനുവൽ ആണ്. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്, ടോപ്പിന്റെ താഴെ. സിംഗിൾ ഓണർഷിപ്പിൽ 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2021 11 മാസം. ഓക്കെ. സീറ്റ് വെന്റിലേഷൻ, 6 എയർ ബാഗ് ഉണ്ടാവോ? ഇല്ല, സീറ്റ് വെന്റിലേഷൻ ഇല്ല. കാണാൻ സീറ്റ് വെന്റിലേഷൻ ലുക്ക് എന്നേ ഉള്ളൂ. ഉണ്ടാവില്ല, അതാ പറഞ്ഞത്. സൺറൂഫിന്റെ ബാക്കിയുള്ള പുഷ് ബട്ടൺ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സും വരും. അലോയ്സ് ടോപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ ഷേപ്പ് മാറുന്നേ ഉള്ളൂ അല്ലേ? ചെറിയ മാറ്റം വരും. 360 ക്യാമറയും വരില്ല, ഉണ്ടാവില്ല. അതാണ് മെയിൻ മാറ്റം വരുന്നത് ടോപ്പിലേക്ക് പോകുമ്പോൾ. കമ്പനി വാറണ്ടി ഇപ്പം നിലവിലുണ്ടോ? കമ്പനി വാറണ്ടി കഴിഞ്ഞു. നമ്മുടെ ഷോറൂം വാറണ്ടി ഉണ്ടാവും. 1 ഇയർ അല്ലേ? 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി ലഭിക്കുന്ന സെൽട്ടോസ് ആണ്. പെട്രോൾ 16 രൂപയൊക്കെ മൈലേജ് ആണ് എപ്പോഴും പറയാറുണ്ട്. കിട്ടും, സ്ട്രൈറ്റ് റോഡ് കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും നമ്മളെ പുതിയ ഹൈവേ ഒക്കെ വന്നല്ലേ, ലോങ്ങൊക്കെ പോകുന്നുണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ഇത്രയും കാലം വീഡിയോ ചെയ്യുമ്പോഴൊക്കെ എത്ര കോൺഫിഡൻറ്റോടെ പറയണമെങ്കിൽ അത് കിട്ടുന്നതുകൊണ്ടാണ്. ഇതിപ്പോ എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 12,25,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി 12.5 ലക്ഷത്തിന് HTX 2021 സെൽട്ടോസ് പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണ് ഒരു 15.5 അറേഞ്ച് കയറും. 15.5 അല്ലെങ്കിൽ 11.5? സോറി, 11.5 മാറി. 11.5 റേഞ്ച്. 11.5 അല്ല, 11 റേഞ്ച് ഒക്കെ എന്തായാലും കയറും. 11 റേഞ്ച് എന്തായാലും കയറില്ല. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. ഇതേ വീണ്ടും സെൽട്ടോസ് KL 23 രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ. ബ്ലാക്ക് ആണ് ഇത്, ഫുൾ ബ്ലാക്ക്. ഇത് 2022 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 2022 മോഡലാണ്. IVT HTX തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 49,000 പെട്രോൾ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് സെൽട്ടോസ് ആണ്. IVT ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. നമ്മുടെ CVT ഒക്കെ പോലെ തന്നെ വരുന്ന ട്രാൻസ്മിഷൻ ആണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. 22 ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞോ? 25 കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുടെ വാറണ്ടി എന്തായാലും ഉണ്ട്. നമ്മുടെ വാറണ്ടി 1 ഇയർ എന്തായാലും ഉണ്ടാവും. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഓട്ടോമാറ്റിക് ഒരു 14 കിട്ടും. 15 റേഞ്ച് എന്തായാലും കിട്ടും. സിറ്റിയിലാണെങ്കിലും 12-13 റേഞ്ച് കിട്ടും. ഓക്കെ. ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് വരുന്നത് നമ്മുടെ 14,45,000 രൂപ. 14,45,000 22 മോഡൽ ഓട്ടോമാറ്റിക്. ഏതാ ഓപ്ഷൻ?
HTX HTX തന്നെയല്ലേ 22 മോഡൽ ഓട്ടോമാറ്റിക്. പുതിയ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ റേറ്റാണ് 21-28 പുതിയനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഇതിൻ്റെ മുമ്പത്തെ ഓപ്ഷൻ ഇപ്പം ലുക്ക് മാറില്ല, പനോരമിക് സൺറൂഫായി. മുമ്പാണെങ്കിൽ 20,75,000 റേറ്റ് ഉണ്ടായിരുന്നു. റേറ്റ് വരുന്നുണ്ട് അല്ലേ? അന്നത്തേനും റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഒരു 13.25 ലോൺ കിട്ടും? കിട്ടും സുഖമായിട്ട് കിട്ടും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത വണ്ടിയിലോട്ട്. നെക്സോൺ ആണ് അടുത്ത വാഹനം. KL8 തൃശ്ശൂർ വണ്ടിയാണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ സാർ? ഇത് 2022 XMS ആണ് ഓപ്ഷൻ വരുന്നത്. സൺറൂഫ് വരുന്ന മിഡിൽ ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? അതെ, സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അതിൽ സൺറൂഫ് വരുന്ന മോഡലാണ്. സിംഗിൾ ഓണർ, 22 മോഡല്, 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വെറും 21,000 കിലോമീറ്റർ ഓടിയ നെക്സോൺ മാനുവൽ. ഓക്കെ, ബാക്കിയുള്ള ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. പവർ വിൻഡോസും സ്റ്റീരിയോയും എല്ലാം, അങ്ങനത്തെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ടാവും, എയർ ബാഗും എല്ലാം ഉണ്ടാവും. ടയേഴ്സ് 21,000 ഓടിയതിന്റെ ഇനി ഒരു 10-20,000 കിലോമീറ്റർ കിട്ടാൻ മതി. 20,000 കിലോമീറ്റർ നോക്കി കണ്ട് ഓടിച്ചാൽ, കത്തിച്ചിട്ട് ടയർ കറക്കി എടുത്താലും കിട്ടൂല. നോക്കി കണ്ട് ഓടിച്ചാൽ ഒരു 10-20,000 കൂടി ഓടാൻ പറ്റും. കറക്റ്റ് ഒരു 20,000 കൂടി ഓടാൻ പറ്റും. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. എത്ര? ഇത് 5 വർഷത്തേക്ക് കമ്പനി വാറന്റി ചെയ്തിട്ടുള്ള. 5 വർഷത്തേക്ക് എടുത്തേ. അപ്പോൾ 2027 8 മാസം വരെ വാറന്റിയിൽ വെക്കുന്ന വാഹനമാണ്. 21,000 മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ ഒരു 3 വർഷം കൊണ്ട്. എത്ര കൊടുക്കുക ഇത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 7,35,000 രൂപ. 7,35,000 XMS നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 6.25 വരെയൊക്കെ കിട്ടും. കയറും. 6-6.5 വിട്ടിട്ട് 6 റേഞ്ച് എന്തായാലും കയറും. പിന്നെ മൈലേജ് ഒരു 11 to 15 ആ റേഞ്ച് വരെ ഉണ്ടാവും അല്ലേ? അടുത്ത വണ്ടി കിട്ടും. കൈഗർ ഒരു 1 ലിറ്റർ കോമ്പാക്ട് SUV അല്ലേ? 1 ലിറ്റർ റേഞ്ച് വരുന്ന കോമ്പാക്ട് SUV. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. ഇതേതാ ടോപ്പൻ്റെ? RX-Z ഫുൾ ഓപ്ഷൻ ആണ്. 2022 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് CVT വരുന്നത് അല്ല, AMT. CVT വരുന്നുണ്ട്, AMT വരുന്നുണ്ട്. ഇത് AMT ആണ്. AMT അല്ലേ? അതുകൊണ്ട് മൈലേജ് ഉണ്ടാവും. കുറച്ചുകൂടെ മൈലേജ് കിട്ടും. പക്ഷേ ഒരു ലാഗ് ഉണ്ടാവും, ചെറിയ ലാഗ്. CVTന്റെ സുഖം എന്തായാലും ഉണ്ടാവില്ല. ആ ഒരു ലാഗ്, ഡ്രൈവിംഗ് ഉള്ള ഒരു ചെറിയ ലാഗ്, അത്രേ ഉള്ളൂ. ടോപ്പ് എൻ്റെ എത്ര ഓട്ടം? ഇത് 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഈ പറയുന്ന പോലെ കമ്പനി സർവീസ് ഹിസ്റ്ററിയും വാറണ്ടിയും എല്ലാം ഉള്ള വണ്ടിയാണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല? ഇല്ല, ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. 1 ലിറ്റർ എഞ്ചിൻ, AMT ഗിയർ ബോക്സ് ആണ്. മൈലേജ് എന്തായാലും ഒരു 13 to 17 വരെയൊക്കെ പ്രതീക്ഷിക്കാം. 17 വരെ കിട്ടും. ഏവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം. ലോങ് ഒക്കെ പോവാണെങ്കിൽ. CVT ആണ്, അത്ര കിട്ടൂല. CVT 15 റേഞ്ച് മാക്സിമം കിട്ടുള്ളൂ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന 6,25,000 ചോദിക്കുന്നുള്ളൂ. 6,25,000 2022 വെറും 17,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് RX-Z കൈഗർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് വണ്ടി. ലോണ് മാക്സിമം ലോണും കിട്ടും വണ്ടിയിൽ. വാറണ്ടി എക്സ്റ്റൻഷൻ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ കസ്റ്റമർക്ക് ചെയ്യാം. നമ്മൾ എത്ര മാസം വരെ അത്? ഇതിപ്പം 4ാം മാസമാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞില്ലേ? അല്ല, ഇവർക്ക് എന്തോ 3 മന്തിന്റെ ഗ്യാപ്പിനിടയിൽ ചെയ്താൽ മതി. കഴിഞ്ഞിട്ട് 3 മന്തിന്റെ ഗ്യാപ്പിനിടയിൽ. ഓക്കെ, അപ്പോൾ നോക്കാം. എടുക്കുന്നവരുണ്ട് പെട്ടെന്ന് വാറണ്ടി കൂടെ എടുക്കാൻ നോക്കും. നമ്മൾ 1 ഇയർ എന്തായാലും എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കസ്റ്റമർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതാ നല്ലൊരു അടിപൊളി സ്കോഡ കുഷാക്കാണ്. ഒരു റെഡ് കളർ, ഒരു പെർഫോമൻസ് SUV എന്ന് പറയാൻ പറ്റും. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ് വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ 22 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോൾ, ഓട്ടോമാറ്റിക്, എംബിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. എംബിഷൻ GT അല്ല, ഇതിൽ ഓട്ടോമാറ്റിക്കലി 1 ലിറ്റർ അല്ല, 1 ലിറ്റർ ടർബോ. ഓക്കെ, 1 ലിറ്റർ ടർബോയിലേക്ക് വരുമ്പോൾ AT ഗിയർ ബോക്സ് ആണ് വരിക. GTയിലേക്ക് പോകുമ്പോൾ DSC ഗിയർ ബോക്സ് വരും. ഓക്കെ, 21 മോഡൽ 22 രജിസ്ട്രേഷനും. സിംഗിൾ ഓൺഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പിൽ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 33,000 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർലി? കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ ഈ എല്ലാ വണ്ടിക്കും കസ്റ്റമേഴ്സിന് ഇവിടുന്ന് ചെക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇതിന് മൈലേജ് കുറച്ചും കൂടി കിട്ടും. ലിറ്റർ ആകുമ്പോൾ കുറച്ചുകൂടി കിട്ടും. നമ്മൾ നേരത്തെ കൈകരണം കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിനേക്കാൾ കുറച്ച് കുറയും അല്ലേ? ബോഡി വെയിറ്റ് ഒക്കെ കൂടുതലായിരിക്കും. 13 മുതൽ 16-15 15 റേഞ്ച് വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഒരു 12 മുതൽ 15 റേഞ്ച് വരെ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിപ്പോൾ റേറ്റ് ചോദിക്കുന്നത് നമ്മൾ 11,75,000. 11,75,000 21 മോഡൽ 22 രജിസ്ട്രേഷൻ ആംബിഷൻ ഓപ്ഷൻ വരുന്ന കുഷാക്ക് ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടെർബോ എഞ്ചിൻ വരുന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 11 ലക്ഷം ലോൺ കിട്ടും.
വെറും ഈ പ്രാവശ്യം എല്ലാ വണ്ടിയും ഒരു 90% ലോൺ നമുക്ക് ലോൺ arrange കിട്ടും. പറ്റുന്ന ഒരു 75,000 രൂപ ഉണ്ടാ നിങ്ങൾക്ക് ഇറക്കാം. ഇത് നിങ്ങൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ലോൺ എടുക്കാതിരിക്കുക. ലോണിനെ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമല്ല. അല്ലല്ല. കയ്യിൽ പൈസ ഉണ്ട് ലോൺ എടുത്താൽ നഷ്ടം തന്നെയാണ്. പിന്നെ വണ്ടി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എടുക്കാം. അത്രയേ ഉള്ളൂ. ലോൺ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. കയ്യിൽ പൈസ ഉണ്ട്, കയ്യിലുള്ള പൈസ കൊണ്ട് തന്നെ എടുക്കാം അല്ലേ. അടുത്ത വണ്ടി ഫോക്സ് വാഗൺ ടൈഗൂൺ ആണ് അടുത്ത വാഹനം. ഞാൻ ഇതുവരെ ടൈഗൂൺ ഈ കളറിൽ കണ്ടിട്ടില്ല. ഇതും അനസിന്റെ പാൻറ് ഒരുപോലെ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഒന്ന് റൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ. KL14 രജിസ്ട്രേഷൻ ആണ്, കാസർഗോഡ് വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2022 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്നത്. 22 മോഡൽ 24 രജിസ്റ്റേർഡ് ആയ വണ്ടിയാണ്. ഇയർ ബാക്ക് ആണ്. അപ്പോൾ 24 തൊട്ടിട്ടാണ് വാറണ്ടി, ഇതിന്റെ രജിസ്ട്രേഷൻ എല്ലാം വരും അല്ലേ. ടാക്സ് എല്ലാം വരും 15 വർഷത്തേക്ക്. 24 തൊട്ട്. അപ്പോൾ 27 വരെ വാറണ്ടി വരെ. ഇപ്പോൾ 4 വർഷം 4 വർഷമുണ്ട്. അപ്പോൾ 28 11 മാസം വരെ 28 11 മാസം വരെ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ് ടൈഗൂൺ. ഇതേതാ GT ആണോ 1 ലിറ്റർ ആണോ? GT 1.5 GT ആണ്, ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. DSG ഗിയർ ബോക്സ് 1.5 ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 33,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിലും സീറ്റ് വെന്റിലേഷനും 6 എയർ ബാഗും എല്ലാ ഫീച്ചേഴ്സും, സേഫ്റ്റി 5 സ്റ്റാറും എല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യമോ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ആംബുലൻസ്. അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കുക? ഇതിപ്പോൾ നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 15,50,000 രൂപ. ഇതിന്റെ ഓട്ടം എത്രയാണ് പറഞ്ഞത്? 33,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 15,50,000 രൂപ അല്ലേ. 50,000 രൂപയ്ക്ക് ഈ ഒരു 2024 രജിസ്ട്രേഷൻ വരുന്ന ടോപ്പ് എൻഡ് GT ടൈഗൂൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1.5 ലിറ്റർ ആണ്. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഒരു 14 കിട്ടുമോ? മാക്സിമം ലോൺ കയറും അല്ലേ. ഫുൾ ലോൺ വരെ കയറിയേക്കാം പ്രൊഫൈൽ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്തത് സോണറ്റ് ആണ്. KL2 കൊല്ലം വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്ന ടോപ്പ് എൻഡ്. ഇത് അല്ല HTX ആണ്. GT ലൈൻ അല്ല. ഓക്കെ. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2021 മോഡൽ IMT HTX പെട്രോൾ ആണ് വാഹനം വരുന്നത്. 22 പെട്രോൾ IMT. ഗിയർ മാറാം, ക്ലച്ച് ഉണ്ടാവില്ല, വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓട്ടോമാറ്റിക് തന്നെ ഗിയർ മാറ്റി കളിക്കാം. ഉറക്കം വരില്ല. ചില ആൾ പറയാൻ നിൽക്കാം ഗിയർ മാറ്റിയിട്ടില്ല ഉറക്കം വരുന്നത്, അങ്ങനത്തെ ഉറക്കം എടുക്കാം. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, പിന്നെ വയർലെസ് ചാർജറേ ഉള്ളൂ. വയർലെസ് ചാർജർ. ആ 2 ഓപ്ഷൻ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ. സൺറൂഫ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 22 മോഡൽ. കിലോമീറ്റർ എത്ര? 14,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഒരു പെട്രോൾ സോണറ്റ് ആണ്. മൈലേജും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 13, 16 ആ റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 9,40,000 രൂപ. 9,40,000 22 മോഡൽ 21 മോഡൽ. 14,000 കിലോമീറ്റർ ഓടിയ സോണറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ്. ലോൺ ഒരു 8-8.5 കിട്ടും. 8.5 ഇട്ടില്ല, 8-8.5 വരെ ലോൺ കിട്ടും. ഓക്കെ. നമ്മൾ ഷോറൂം എന്ന് മാറി ക്യാപ്സിൻ്റെ യാർഡിലേക്ക്, നമ്മൾ ഇടയ്ക്ക് കൊമേഴ്ഷ്യൽ മുന്നേ കാണിക്കാറുള്ള യാർഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ MG ഹെക്ടർ ആണ് ആദ്യ വാഹനം, അല്ല ഇവിടുത്തെ വാഹനം. ഫുള്ളും പൊടി പിടിച്ചിട്ടുള്ള മൊത്തം പൊടി പിടിച്ച് കിടക്കാണ്. വണ്ടികളാണ് നമ്മൾ യാർഡിലേക്ക് അധികം ഇടാറ്. അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2020 മോഡൽ ഡീസൽ മാനുവൽ KL18 2020 മോഡൽ ഡീസൽ മാനുവൽ ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. സെക്കൻഡ് ഓണർഷിപ്പ് ഏറ്റവും ടോപ്പ് എൻഡ് ഷാർപ്പ് ഡീസൽ ആണ്. മൈലേജ് അത്യാവശ്യം ഉണ്ടാവുമല്ലോ. 15-16 കിട്ടും. സ്ട്രൈറ്റ് റോഡൊക്കെ 18 വരെ കിട്ടിയവരുണ്ട്. 16 എക്സ്പെക്ട് ചെയ്താൽ മതി. 16-17 എക്സ്പെക്ട് ചെയ്താൽ മതി. ഓക്കെ. ഗ്ലാസ്സിൽ ഒരു ക്രാക്ക് കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇല്ല, വേറൊരു ക്ലെയിമും ഇല്ല. ഇതന്നെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുത്തിട്ട് മാറ്റാന്നുള്ള രീതിയിൽ വെച്ചാണ്. ഓക്കെ. ചെറിയൊരു വരെ ക്ലെയിമും കാര്യമൊന്നുമില്ല. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി പോയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. ഇപ്പം കിലോമീറ്റർ പറഞ്ഞത് 85,000 പറഞ്ഞിട്ടില്ല. 85,000 കിലോമീറ്റർ ഓടിയ 2020 ഷാർപ്പ് ഡീസൽ എന്ന് പറയുമ്പോൾ ഇത് മേജറൊക്കെ എത്രയുള്ള വരെയുണ്ട്? ഇത് മേജർ സർവീസ് 120 വരുന്നത്. 120 വരുമ്പോൾ ഒരു 40 റുപ്യൻ്റെ 36 റുപ്യ അങ്ങനെ എന്തോ വരുന്ന ചിലവുണ്ടാവും. ചിലവ് കാണണം അല്ലേ. MG തന്നെ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ. എന്തായാലും 5 സീറ്റർ അല്ല, ഹെക്ടർ അല്ല, പ്ലസ് അല്ലല്ലോ. അല്ലല്ല, ഹെക്ടർ ആണ്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി നോർമൽ സർവീസിനൊക്കെ ഒരു 12,000 റുപ്യൊക്കെ ഇയർലി വരുള്ളൂ.
പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് ആണ് മെയിനായിട്ട്. അതെ, ഒരുപാട് പാനോരമിക് സൺറൂഫ്, 14-ഇഞ്ച് ഡിസ്പ്ലേ, സാധാ വോയിസ് കമാൻഡിങ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയാനുള്ളത്. കിടക്കാണ് അങ്ങനെ കടൽ പോലെ ഓപ്ഷൻ. സാധാരണ ക്യാപ്സിൽ ഷാർപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് കൂടുതലും കാണാറുള്ളത്. ആ കൂടുതൽ ഒരു ഡീസലാണ് ഇപ്പോൾ. അപ്പോൾ ഡീസൽ താല്പര്യം ഉണ്ടെങ്കിൽ മൈലേജ് ഉണ്ടാവും. ഈ ഗ്ലാസ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം, നമ്മൾ മാറ്റി കൊടുക്കും, ആവശ്യമുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം അല്ലേ? കാണിച്ചു കൊടുത്ത്, കാരണം ഇതിപ്പോൾ വീഡിയോയിൽ കാണുകയാണെങ്കിൽ തന്നെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുക, അത്രയും മൈനോട്ട് സാധനം. ഓക്കെ, മാറ്റേണ്ട ആവശ്യമില്ല, അല്ലാന്ന് കാണിക്കാൻ വേണ്ടി നിലവിൽ അങ്ങനെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു 90% ഒക്കെ ലോണും കയറും ഇതിൽ. 90%, 90 അല്ല, ചിലപ്പോൾ 100% ലോൺ കയറും. ഫുൾ ലോണും കയറാൻ ചാൻസ് ഉണ്ട്. കയറും. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത ഒരു പഴയ ഷേപ്പ് ക്രെറ്റയാണ്, KL2 കൊല്ലം വണ്ടിയാണ്. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2015 മോഡൽ മാനുവൽ പെട്രോൾ ആണ് വാഹനം വരുന്നത്. എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, മിഡ് ഓപ്ഷൻ ആണ് അല്ലേ? അതെ, മിഡിൽ ഓപ്ഷൻ. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. എത്ര ഓട്ടം പോയത്? ഇത് 1,12,000 കിലോമീറ്റർ ആണ്. പ്രോപ്പർ സർവീസ് ഉണ്ടോ? പ്രോപ്പർ സർവീസ് ഉണ്ടോ? കമ്പനി സർവീസ് ഉണ്ട്, പുറത്തുനിന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്നും ചെയ്തിട്ടുണ്ട്, കമ്പനി മിക്സ് ആണ്. എന്നിരുന്നാലും കൂടുതൽ സർവീസ് പോയിട്ടുള്ള കമ്പനിയാണ്. ക്ലെയിം എന്തെങ്കിലും? ഇല്ല, ഉണ്ട്. ഡിക്കി ഗ്ലാസ് ഉണ്ട്. ഡിക്കി ഗ്ലാസ് മാത്രം, ഡിക്കി മാറിയിട്ടില്ല. ഡിക്കി ഗ്ലാസ് ഉള്ളൂ, ഗ്ലാസ് മാത്രമാണ് മാറിയത്. 2015 പെട്രോൾ മാനുവൽ വാഹനമാണ്. മൈലേജ് ഒരു 10 to 13, 14 ആ റേഞ്ച് മൈലേജ് ഉണ്ടാകും. 1.6 ആണല്ലേ? 1.6. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് റേറ്റ് 5,75,000 രൂപ. 5.25 ലക്ഷം രൂപയ്ക്ക് ഒരു ക്രെറ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എന്താ, ഒരു ഹാച്ച് ബാക്ക് വണ്ടീൻ്റെ വിലയ്ക്ക് ഒരു SUV സെഗ്മെൻറ്റ്, കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ വരുമോ? ഫുൾ ലോൺ വരെ ചെയ്യാൻ പറ്റും, നോക്കിയിട്ട്. അടുത്ത വണ്ടിയോട് അങ്ങനെ അടുത്തൊരു ക്രെറ്റ വന്നു. ഇന്നത്തെ ആദ്യത്തെ ക്രെറ്റ, എല്ലാ സ്ഥലത്തും ആദ്യത്തെ ക്രെറ്റല്ല, ഒരു സിൽവർ ക്രെറ്റ കാണിച്ചു നമ്മൾ. അത് പഴയ ഷേപ്പ്, ഇത് ന്യൂ ഷേപ്പ്. ഓക്കെ, അപ്പോൾ KL7 രജിസ്ട്രേഷനാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ SX, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18,000 മാത്രം? വെറും 18,000. പെട്രോൾ അല്ല? പെട്രോൾ ഓട്ടോമാറ്റിക്. 22 മോഡൽ. വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? കമ്പനി വാറണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കസ്റ്റമർ. പറ്റും. DCT ആണ് ഓട്ടോമാറ്റിക് വരിക, ഗിയർ ബോക്സ്. അതെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ വയർലെസ് ചാർജറും വരുള്ളൂ ഇതിൽ. വയർലെസ് ചാർജർ, എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ഇതിനകത്തെ മൊത്തം. എൻ്റെ പനോരമിക് സൺറൂഫ്, എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, എത്ര ഇപ്പോൾ ഇതിന് റേറ്റ്? നമ്മൾ ചോദിക്കുന്നത് 16,25,000 രൂപ. 16.4 SX ഓപ്ഷണൽ 2022 ക്രെറ്റ ലോ കിലോമീറ്റർ വാഹനമാണ്. അണ്ടർ വാറണ്ടിയിൽ ഇപ്പം നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഒരു 15 വരെയൊക്കെ ലോൺ കയറും? 15 കയറും. 15 വരെ ലോൺ ചെയ്യാൻ പറ്റും. ക്രെറ്റക്കോ സെൽട്ടോസിനോ മൈലേജ് കിട്ടുന്ന കൂടുതൽ? രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. സെയിം ആണ്. ഒരു പൊടിക്ക് ഒരു കിലോമീറ്റർ ഏറ്റവും കൂടുതൽ കിട്ടിയാലായി, സെൽട്ടോസിന് കിട്ടിയാലായി, അത്രേ ഉള്ളൂ. രണ്ടും സെയിം തന്നെയാണ് ഏകദേശം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. ഇതാ അടിപൊളി ഒരു താറ് വന്നിരിക്കുകയാണ്. ക്യാപ്സിൽ അങ്ങനെ കാണാത്തൊരു ഐറ്റാണ്. KL83 രജിസ്ട്രേഷൻ. ഫുള്ള് കാണാത്ത ഐറ്റം. ഓക്കെ, 83 ഫറൂഖാ? 83 കൊണ്ടോട്ടി? ഫറൂഖല്ല, അവിടെയാണ്, ഒരു സ്ഥലമാണ്. എവിടെയാണ് പറ? ഇത് 2021 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക്, 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 21 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഹാർഡ് ടോപ്പ് ആണ് കേട്ടോ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഹാർഡ് ടോപ്പ് ആണ്. 4x4 പെട്രോൾ ഓട്ടോമാറ്റിക്, 4x4 പെട്രോൾ ഓട്ടോമാറ്റിക് ഥാർ 3 ഡോർ വാഹനമാണ്. അതെ, 2021 51,000. വേണേ ഇമെയിൽ എഴുതിയല്ലോ, കംപ്ലീറ്റ് പൊടിയാ. അതെ, കറക്റ്റ് ഡീറ്റെയിൽ ഇമെയിൽ എഴുതിയതാണ്, കസ്റ്റമേഴ്സിന് കാണിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചാൽ. എന്തായാലും നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഫുൾ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും. ക്ലീൻ ഓൾറെഡി ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടതാണ്. ആ ക്രെറ്റയിലൊക്കെ ബമ്പറിലൊക്കെ ടച്ചപ്പ് വേണ്ടോ? അതൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ. ചെയ്തിട്ട് ക്ലീൻ ആക്കിയല്ലോ കൊടുക്കും, വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഇതിങ്ങനെ കിടക്കും, നോക്കണ്ട, പേടിക്കണ്ട. അപ്പോൾ ഇതിനിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 12,90,000 രൂപ. 12,90,000 പെട്രോൾ ഓട്ടോമാറ്റിക് 2021 4x4 ഥാറാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഒരു 12,11,90,000 വരെയൊക്കെ ₹1 ഉണ്ടാ, ബാക്കി ലോൺ കയറും. ₹1 ഉണ്ടാ മതി. ഓക്കെ, അടുത്ത വണ്ടി. അങ്ങനെ നമ്മൾ ക്യാപ്സിൽ ആദ്യമായിട്ട് XUV 700 അതെ കാണിക്കുകയാണ്. ഒരു റെഡ് കളർ. ഇത് അതേപോലെ തന്നെ ഈ XUV 700 എന്ന് പറയുമ്പോൾ എല്ലാവരും 7 സീറ്ററാണ് ചിന്തിക്കുക, പക്ഷെ ഇത് 5 സീറ്ററാണ്. ഹൈലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത് 2022 മോഡല് പെട്രോൾ മാനുവലാണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 48,000 ഡീസൽ അല്ല? പെട്രോൾ X5 ടോപ്പിന്റെ താഴെ. അതെ, പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടണ്, ഫീച്ചേഴ്സ് എല്ലാം ടോപ്പിലേക്ക് പോകുമ്പോൾ ലക്ഷറി പോകുമ്പോൾ X7 ലക്ഷറി പോകുമ്പോൾ അഡാസ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. പിന്നെ X7 അതിന്റെ താഴെ വരുന്ന ഓപ്ഷൻ ആണല്ലോ.
ഓക്കെ 48,000 അല്ലേ പറഞ്ഞത്? 48,000 കിലോമീറ്റർ ഓടി, 22 മോഡൽ അല്ല? 22 മോഡൽ. ഓക്കെ. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. MG-നെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല ഫീച്ചേഴ്സും സ്പേസും ഇഷ്ടംപോലെ ഉണ്ട്. 5 സീറ്റർ ആണ്. ഒന്നും ഇപ്പം മഹീന്ദ്രയിൽ കത്തി നിൽക്കുന്നൊരു മോഡലാണ്. ഓക്കെ. അപ്പോൾ ഇത് കൂടുതൽ പേരും 7 സീറ്ററാണ് തപ്പി നടക്കുക, ചിന്തിക്കുക പെട്ടെന്ന്. പക്ഷേ ഇത് ബൂട്ട് സ്പേസ് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും കിട്ടും അല്ലേ? കിട്ടും. ഓക്കെ. ഇതിൽ തന്നെ ഇപ്പം ഡിക്കി സ്പേസ് ആണ്. 7 സീറ്ററിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഡിക്കി സ്പേസ് സീറ്റായിട്ട് മാറാണ് ചെയ്യുക. അതെ തീർച്ചയായും. അപ്പം ഇനി കയറ്റേണ്ടവർക്ക് അങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര ഇപ്പം നമ്മൾ ചോദിക്കുന്നത് 14,45,000 രൂപ. X5 2022 48,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ മാനുവൽ വാഹനം. ഓക്കെ. ലോൺ ഒരു 13-13.5 ആ റേഞ്ച്. ഫസ്റ്റ് ഒരു 1-1.5 ഉറുപ്പ്യൻ്റെ ഇടയിൽ ₹1 എന്തായാലും കാണണം. അങ്ങനെ ഇടാണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം ലോളം കയറുന്നുണ്ട്. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത സെൽട്ടോസ് എത്തി. ഇത് ഡീസലാണെന്നാണ് അനസ് പറയുന്നത്. KL 62 രജിസ്ട്രേഷൻ. ഡീസലാണ്, ശരിക്കും ഡീസലാണ്. KL 62 രജിസ്ട്രേഷൻ ആണ്. ഡീസലാണെങ്കിൽ നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ട്. 20 റേഞ്ച് മൈലേജ് എന്തായാലും 20 റേഞ്ച് കിട്ടും. ഇത് 2020 മോഡല്, അല്ല സോറി 22 മോഡല് HTX പെട്രോൾ ഡീസൽ മാനുവൽ. HTX ഡീസൽ മാനുവൽ ആണ്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. HTX പ്ലസ് ആണ് കേട്ടോ. അതായത് വെന്റിലേഷൻ സീറ്റ് വരെ വരുന്ന മോഡലാണ്. ലിമിറ്റഡ് എഡിഷൻ ആയിട്ടാണ് വരുന്നത്. കാരണം ഇതിന്റെ ഇന്റീരിയറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നോർമലി ഒരു വൈറ്റ് സീറ്റ് ആണ് വരാം. ഓക്കെ. ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു യെല്ലോ ഒരു ടച്ച് വരുന്ന ടൈപ്പിലാണ് സീറ്റ് വരുന്നത് അല്ലേ? സ്പെഷ്യൽ എഡിഷൻ വാഹനം ഡീസൽ 2022 മോഡൽ. ഓട്ടോ എത്ര? 62,000. ഫുൾ സർവീസ് എല്ലാം ഉണ്ടാവും. ഫുള്ള് കമ്പനി സർവീസ്. 2027 വരെ വാറണ്ടി ഉണ്ട്. 5 വർഷം എടുത്തിട്ടുണ്ട്. 5 വർഷം. 27 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഡീസൽ സെൽട്ടോസ് എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 14,65,000 രൂപ. 14,65. ഓക്കെ. പ്രൈസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ? ഇതുവരെ ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടായിട്ട് മാത്രമായിട്ട് ഇത്ര കുറച്ച് കൊടുത്താൽ ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയാസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ റേറ്റ് ചോദിക്കുന്നത്. ഓക്കെ. നമ്മുടെ വീഡിയോ ആയിട്ട് കുറച്ച് അതിനായിട്ട് താങ്ക് യു. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? ഒരു 13.5 കയറും 90%. മനസ്സിൽ ഇനിയിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 14,90,000 രൂപ. 14,90,000 രൂപയ്ക്ക് 2022 മോഡൽ 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഡീസൽ HTX പ്ലസ് സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. അണ്ടർ വാറണ്ടിയിലാണ്. ഒരു വെള്ളം കണ്ട് ഇറക്കാൻ പറ്റൂലേ? സുഖമായിട്ട് ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. വീണ്ടും സെൽട്ടോസ് KL 14 കാസർഗോഡ് വണ്ടി. GT ലൈനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എങ്ങനെയാ? 2022 മോഡൽ 12ാം മാസം വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ. അത് എടുത്ത് പറയണം. കാരണം അതിനായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട്. DCT 7 സ്പീഡ് ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടി. പ്രോപ്പർ സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ടയേഴ്സൊക്കെ ആ ഒരു ഓട്ടത്തിൻ്റെ കുറവുണ്ട്. പുറകിൽ സീറ്റ് വെറുതെ പൊളിക്കാണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വെറുതെ ഒരു രസത്തിന് ആയിക്കോട്ടെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒരു ക്ലെയിമും ഇല്ല. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിപ്പോൾ റേറ്റ് വയ്ക്കുന്നത് 17,45,000 രൂപ. 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് സെൽട്ടോസ്. മൈലേജ് നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു 17 റേഞ്ചൊക്കെ കിട്ടുമല്ലേ? 20 അടുപ്പിച്ച് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക്കിൽ കിട്ടും. അതാണ് 20 അടുപ്പിച്ച്. മറ്റേത് 20-21 ഒക്കെ കിട്ടും. ഇത് 20 അടുപ്പിച്ച് ഒരു 18-19-20 വരെയൊക്കെ കിട്ടും. 18 എന്തായാലും കിട്ടും. അതിൻ്റെ ഒക്കെ എൻ്റെ ഐ തിങ്ക് എൻ്റെ ഫോണിലുണ്ട് വീഡിയോസ്. 19.8 കിട്ടുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഫോണിലുണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം അത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്റ്റയാണ്. KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. 46. പെട്ടെന്ന് 8 വേണ്ട പോലെ. അത് 8 ഫസ്റ്റ് നമ്പർ 8. ഓ അങ്ങനെ. 83-33. ഓക്കെ. അപ്പോൾ KL 46 ഗുരുവായൂർ രജിസ്ട്രേഷനാണ് വാഹനം. ഒരു പേർപ്പിൾ കളർ ക്രിസ്റ്റ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് G4 ആണ് വാഹനം വരുന്നത്. G4 17 ഡീസൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടിയില്ല? ഒറിജിനൽ കേരള വണ്ടിയാണ്. സെക്കൻഡ് ഓണറിൽ 94,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. 94,000 94,000 പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് പാർക്ക് ആൻഡ് സെയിലാണ്. പാർക്ക് ആൻഡ് സെയിൽ വെച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ല. ചോദിക്കാൻ വന്നത് ഒറിജിനൽ കേരള അത് തന്നെയല്ല? ഒറിജിനൽ കേരള അത് തന്നെയാണ്.
ഓക്കെ G4 ആണ്. പക്ഷേ ഇതിൽ തന്നെ അലോയ്സും ഒക്കെ വരുന്നുണ്ട് അല്ലേ? ആ അലോയിലും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അടിപൊളി നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് റേറ്റ് ചോദിക്കുന്നത് 17,90,000 രൂപ. 17,90,000 2017 G4 ഡീസൽ ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 15.5 ആ റേഞ്ച് ലോൺ കയറും. ആ റേഞ്ച് കയറും അല്ലേ? ഓക്കെ. ഇതിനിപ്പോൾ സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പറായിട്ടുണ്ടോ? ആ സർവീസ് ഹിസ്റ്ററിയും കമ്പനി ഹിസ്റ്ററിയും സർവീസും എല്ലാം ഉണ്ട്. എല്ലാം പ്രോപ്പറാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത ഈ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും ക്രിസ്റ്റയ്ക്ക്. പറയണ്ട, നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യമില്ല. എന്നാലും അറിയാത്ത ആരെയുണ്ടെങ്കിൽ അറിഞ്ഞോട്ടേന്ന് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഈ 94 ഓടി എന്ന് പറയുമ്പോൾ അറിയാൻ പോലും ഇല്ല. വണ്ടിയിലൊന്നും അറിയാൻ പോലും ഇല്ല. പക്ഷെ വണ്ടിയിൽ ഇപ്പോൾ അറിയാനുള്ള കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ ഇത് മൊത്തം പൊടി പിടിച്ച് കിടക്കണം. ആ രണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ പുറത്തുനിന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇവിടെ ആയതുകൊണ്ട് ഉള്ളോട്ട് ഗേറ്റ് കാണിച്ചതാണ്. രണ്ടും വൃത്തിയാക്കാനുള്ള വണ്ടികളാണ്. ഓക്കെ, എന്തായാലും നീറ്റാക്കിയിട്ട് കയ്യിലൊക്കെ തരുള്ളൂ. അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രമല്ല വേറെ കുറച്ച് വണ്ടികളുണ്ട്, ഒരുപാടുണ്ട്. അൾട്രോസ് ഓട്ടോമാറ്റിക് 2023, അതും ഫുൾ ഓപ്ഷൻ സൺറൂഫ് ഉള്ള വണ്ടി. ആയിക്കോട്ടെ, 9,000 രൂപ വണ്ടി. അതൊക്കെ ആകെ 8,45 ചോദിക്കണുള്ളൂ. പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട്. പിന്നെ കിഗർ ഉണ്ട് വേറെ, പിന്നെ നെക്സോൺ ഡാർക്ക് എഡീഷൻ ഉണ്ട്, സെൽട്ടോസിൽ തന്നെ എക്സ് ലൈൻ ഉണ്ട്, ഒരുപാട് വണ്ടി ഉണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അനസിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. ഇടയിൽ ഒറ്റൊന്നും കൂടി ഞാൻ പറഞ്ഞോളൂ. നേരത്തെ ഞാനൊരു സെൽട്ടോസ് 2022 ഡീസൽ ഓട്ടോമാറ്റിക് GTX കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കിലോമീറ്റർ 30 പറഞ്ഞത്. 30 അത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. 49. അതിൻ്റെ കിലോമീറ്റർ മാറിപ്പോയി. ലാസ്റ്റ് കാണിച്ചൊരു GT ലൈൻ സെൽട്ടോസ് ഉണ്ട്, ബ്ലാക്ക്. അതിൻ്റെ അല്ലേ? ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക, വിട്ടുപോകരുത്. അനസേ, താങ്ക് യു, വെൽക്കം, ബൈ.